ബിഗ് ബോസ് മലയാളം സീസൺ 6-ലെ അടുത്ത സുഹൃത്തുക്കളായിരുന്ന മത്സരാർത്ഥികളാണ് ഗബ്രിയും ജാസ്മിനും. ഇരുവരും തമ്മിലുള്ള ബന്ധത്തിൽ പ്രേക്ഷകരും ഷോയിലെ മറ്റ് മത്സരാർത്ഥികളും ആശയക്കുഴപ്പത്തിലാണ്. സമൂഹ മാധ്യമങ്ങളിലും ഹൗസിലെയും പ്രതികരണങ്ങളിൽ നിന്ന് അതാണ് വ്യക്തമാവുന്നത്. ഷോയിൽ നിന്ന് ഗബ്രി പുറത്തായതിനു ശേഷവും ആ ചർച്ച മത്സരാർത്ഥികൾ തമ്മിൽ തുടരുന്നതാണ് കാണാവുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ ജാസ്മിൻ ഗബ്രിയെക്കുറിച്ച് സംസാരിക്കുന്നത് കാണാമായിരുന്നു. ഗബ്രിയുടെ ഫോട്ടോ നോക്കി സങ്കടപ്പെടുന്ന രംഗത്തിലാണ് ജാസ്മിനെ കണ്ടത്. ജാസ്മിൻ മറ്റ് മത്സരാർത്ഥികളോട് ഗബ്രിയെക്കുറിച്ചും സുഹൃത്ത് ഒപ്പമില്ലാത്തതിൻ്റെ സങ്കടവും പങ്കുവയ്ക്കുന്നത് കാണാം. അതിനിടയിലാണ് ഗബ്രിയും ജാസ്മിനും തമ്മിൽ ഷോയിൽ ഉടലെടുത്ത സൗഹൃദത്തിൽ റസ്മിൻ സംശയവുമായി വന്നിരിക്കുന്നത്. നമ്മുടെ ഒബ്സർവേഷനുമായി കണക്ട് ചെയ്തു വരുമ്പോൾ എനിക്ക് നിനക്ക് ഫേസ് തരാൻ ബുദ്ധിമുട്ടായി, അതാണ് മാറി നടന്നത് എന്ന മുഖവുരയായിരുന്നു റസ്മിൻ ജാസ്മിനോട് സംസാരിച്ചത്. എന്താണ് സംഭവം എന്ന് തിരിച്ചു ചോദിച്ചപ്പോൾ പ്രീ പ്ലാനഡ് ആയിരുന്നോ നീയും ഗബ്രിയും എന്നാണ് അവിടെ റസ്മിൻ ചോദിച്ചത്. അപ്പോൾ ജാസ്മിൻ പറയുന്നു, എന്താണ് നീ ഉദ്ദേശിക്കുന്നത് എന്നായിരുന്നു റസ്മിനോട് ചോദിച്ചപ്പോൾ. പിന്നീട് പ്രീ പ്ലാനഡ് ഒന്നുമല്ല, 1% പോലും പ്രീ പ്ലാനഡ് അല്ല ഞങ്ങൾ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നീ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന്. ചോദിക്കുന്നത് നീ ആവുമ്പോഴാണ് പ്രശ്നം എന്നായിരുന്നു ജാസ്മിൻ്റെ മറുപടി. ഇവിടെ നിനക്ക് എല്ലാം അറിയുന്നതല്ലേ, മറ്റുള്ളവരെക്കാളും നിന്നോടല്ലേ ഇടപെട്ടത് എന്ന് ജാസ്മിൻ ചോദിക്കുന്നുണ്ട്. തൻ്റെ മനസ്സിൽ പല കാര്യങ്ങളുമുണ്ട് എന്ന് പറഞ്ഞ് റസ്മിനും തിരികെ സംസാരിക്കുകയാണ്. എനിക്കുണ്ടായ അനുഭവങ്ങൾ ഞാൻ നേരിട്ട് കണ്ടതും മനസ്സിലാക്കിയതുമൊന്നുമല്ല എന്ന് റസ്മിൻ പറയുന്നു. എന്താണ് നീ കണ്ടതെന്ന് തിരിച്ച് ജാസ്മിൻ ചോദിക്കുന്നു. നീ എന്താണോ വിശ്വസിക്കുന്നത് അതാണ് നിന്റെ സത്യം എന്നും അവനും എനിക്കും എല്ലാം അറിയാം, എന്താണ് നടക്കുന്നത് ഞങ്ങൾക്കിടയിൽ എന്താണ് എല്ലാം അവനും എനിക്കും അറിയാം എന്നും പറഞ്ഞ് ജാസ്മിൻ റസ്മിൻ്റെ അരികത്തുനിന്ന് എഴുന്നേറ്റ് പോവുകയാണ്.